ഈ ആചാര്യ സംഗമത്തിൽ അടുത്തതായിട്ട് പ്രഭാഷണം നടത്തുന്നത് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ പൈതൃകത്തോടൊപ്പം സഞ്ചരിക്കുന്ന, പൈതൃകത്തിൽ ഒരുപാട് ആളുകൾക്ക് വേദം പഠിപ്പിച്ചിട്ടുള്ള, ഒരുപാട് ക്ലാസ്സുകളിൽ അത് നയിക്കാനായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുള്ള അരുൺ പ്രഭാകർജിയാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കും. ഓം നമഃ ശാന്തായ ദിവ്യായ സത്യധർമ്മസ്വരൂപിണേ സ്വാനന്ദാമൃതതൃപ്തായ ശ്രീധരായ നമോ നമഃ. ശ്രീധരായ നമോ നമഃ. ഗോകർണദേശത്തിരുന്ന് വേദമോദി തന്ന എൻ്റെ ഗുരുനാഥൻ ഭഗവാൻ ശ്രീധരടിക്കും, കൊല്ലൂർ ദേശത്തിലിരുന്ന് സമസ്ത ലോകത്തിനും മംഗളങ്ങളെ ചൊരിയുന്ന ഭഗവതി മൂകാംബിക അമ്മയ്ക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ ആചാര്യ സംഗമത്തിൽ ഏതാനും ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കാം എന്ന് വിചാരിക്കുന്നു. പൈതൃകം എന്നത് വളരെ വർഷങ്ങളായിട്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഇവിടെ അപരിചിത്വമില്ല. ഇത് ഭാഗവത വിത്തുക്കളുടെ വേദിയാണ്, ഭക്തന്മാരുടെ സദസ്സുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു യജ്ഞമാണ്. യജ്ഞവേദിയാണ് എന്നർത്ഥം. ശാസ്ത്രങ്ങളിൽ പറയും, യജ്ഞവേദിക്ക് ഉണ്ട് ഭയം, യജ്ഞവേദിക്കും ഭയമുണ്ട്. യജ്ഞവേദി എന്തിനാ ഭയപ്പെടുന്നത്? ബിഭേമി അനലങ്കരണം, അലങ്കരിക്കാത്ത യജ്ഞവേദിയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് യജ്ഞവേദി ബ്രാഹ്മണനോട് വന്ന് പറയും. അതുകൊണ്ട് താൻ എന്നെ നന്നായി അലങ്കരിക്കണം. അപ്പോൾ ഇവിടെ ഈ യജ്ഞവേദിക്ക് അലങ്കാരമായിട്ടുള്ളത് ഭക്തന്മാരുടെ മനസ്സും ആചാര്യന്മാരുടെ സാന്നിധ്യവുമാണ്. ഇതൊരു അലങ്കാരമാണ്. ഈ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന യജ്ഞവേദിയിൽ വെച്ച് ആചാര്യത്വത്തെക്കുറിച്ച് ഏതാനും ചില ശബ്ദങ്ങളൊന്ന് മാത്രം പറയാം എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഇവിടെ ഭാഗവത വിത്തായിട്ടുള്ള ഉദിചൈതന്യ ആര്യ അഥവാ ഉദിചൈതന്യ ജി, ആര്യ എന്നുള്ളത് ഞാൻ ജി എന്നുള്ളതിൻ്റെ പ്രാചീന ശബ്ദമാണ് പറഞ്ഞത് കേട്ടോ, അല്ലെങ്കിൽ അദ്ദേഹം വേറെ അർത്ഥത്തിൽ പറഞ്ഞല്ല. ആര്യ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഇന്നത്തെ ജി എന്നുണ്ടായിട്ടുള്ളത്. ആനുഷംഗികമായി പറഞ്ഞു വെച്ചു. ആര്യ എന്നുള്ളത് പ്രാകൃതത്തിൽ അജി എന്നായി, അജി എന്നുള്ളത് പിന്നെ അകാരം ലോപിച്ച് ജി എന്നായി. അപ്പോൾ ഗാന്ധി ജി എന്ന് പറഞ്ഞാൽ ഗാന്ധി ആര്യ എന്നർത്ഥം. അത്രയേ ഉള്ളൂ. ശരി, പറഞ്ഞു വന്നത് ഇത് ഈ പരമഭാഗവതനായിട്ടുള്ള ഒരു ഭക്തൻ്റെ, ഒരു ജ്ഞാനിയുടെ സദസ്സിലാണ്, യജ്ഞവേദിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ യജ്ഞവേദിയിൽ ആചാര്യന്മാരെ ആദരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദരിക്കപ്പെടേണ്ട ബാധ്യത സമൂഹം എന്തിനാണ് ആചാര്യന്മാരെ ആദരിക്കുന്നത്? അഥവാ ആചാര്യന്മാർ സമൂഹത്തിന് എന്താണ് തിരിച്ചു നൽകുന്നത്? ശാസ്ത്രത്തിൽ പറയും, അതായത് വേദങ്ങളിൽ പറയും, മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ. മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ. ഒരു മനുഷ്യന്റെ പൂർണ്ണത എന്നുള്ളത് അമ്മയാൽ സുശിക്ഷിതയാക്കപ്പെട്ടവൾ ഒന്ന്, അച്ഛനാൽ നയിക്കപ്പെട്ടവൻ, ആചാര്യനാൽ ലക്ഷ്യബോധമുറച്ചവൻ. ആചാര്യന്മാർ ആർക്കാണോ ലക്ഷ്യം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അവർ മാത്രമേ ലക്ഷ്യത്തിലെത്തൂ എന്ന ശ്രുതി പ്രമാണം അനുസരിച്ച് ഭാരതമാകുന്നത് ആചാര്യന്മാരെ കൊണ്ടായിരുന്നു. ഇന്ന് ഭാരതം വേണ്ടത്ര ഭാരതീയത ഇല്ലാതിരിക്കുന്ന കാരണം മഹാഭാരത യുദ്ധം കഴിഞ്ഞുണ്ടായ ഇരുണ്ട യുഗം അഥവാ മഹാഭാരത യുദ്ധം മുതൽ ഏതാണ്ട് നമ്മുടെ ഭഗവാൻ ബുദ്ധൻ ജനിക്കുന്നത് വരെയുള്ള ഏതാണ്ട് 2,000-3,000 വർഷം ഭാരതത്തിൽ ആചാര്യത്വം എന്നുള്ളത് അസ്തമയത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവൈദികമായ നിരവധി സമ്പ്രദായങ്ങൾ ഭാരതത്തിൽ കടന്നു വന്നു. അവൈദികം എന്ന് തന്നെ പറയാം, ഒരു സംശയമില്ല. അവൈദികമായ നിരവധി സമ്പ്രദായങ്ങൾ കടന്നു വന്നു.
ഇന്ന് നമ്മൾ വളരെ ആദരവോടുകൂടി കാണുന്ന ഗോക്കളെയും അല്ലെങ്കിൽ മറ്റുള്ള ജന്തുക്കളെയും എല്ലാം പശുക്കളെയും എല്ലാം കൊന്ന് ഹോമിക്കുന്ന അനാചാരങ്ങളെല്ലാം ഭാരതത്തിൽ വന്നത് ഏതാണ്ട് ആ കാലത്താണെന്ന് നമുക്ക് പറയാം. അതിനെ പ്രതിഷേധിക്കാനാണ് അവതാരങ്ങളിൽ ഒന്നാണ് എന്ന് പ്രാചീന ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഭഗവാൻ ബുദ്ധൻ അവതരിച്ചിട്ടുള്ളത് എന്നും പറയപ്പെടുന്നു. അതായത് ഞാൻ പറഞ്ഞവെന്ന് ചുരുക്കത്തിലേ ഉള്ളൂ, ആചാര്യന്മാർ എപ്പോൾ ഇല്ലാതാവുന്നുവോ അവിടെയാണ് ഇരുണ്ട യുഗം കയറി വരുന്നത്. ഇരുട്ട് ജനിക്കുന്നത് ആചാര്യത്വത്തിൻ്റെ അഭാവത്തിലാണ് ഇരുട്ട് ജനിക്കുന്നത്. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ അല്പമെങ്കിലും വെളിച്ചമെല്ലാം കടന്നു വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇദ്ദേഹത്തെ പോലുള്ള ഭാഗവതന്മാരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള സജ്ജനങ്ങളുടെ ഒരു അശ്രാന്ത പരിശ്രമമാണ്, അല്ലെങ്കിൽ ഇവരുടെ ആശ്രമമാണ്, അഥവാ ആചാര്യന്മാരുടെ ആശ്രമധർമ്മമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതർത്ഥം. ആശ്രമം എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടിയിൽ എന്നല്ല അർത്ഥം, മുളക്കാല് വെച്ച് പനമ്പട്ട വിരിച്ചിട്ടുള്ള വീടുകൾ എന്നല്ല അർത്ഥം, ചെറ്റക്കുടിയിൽ എന്നല്ല അർത്ഥം. അശ്രാന്ത പരിശ്രമ ഇത് ആശ്രമ എന്നാണ്. വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നതിൻ്റെ പേരാണ് ആശ്രമം. വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നതിൻ്റെ പേരാണ് ആശ്രമം. അതുകൊണ്ടായിരിക്കാം പണ്ട് ആദ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് ആരാം ഹറാം ഹേ, വിശ്രമം പാപമാണെന്നുള്ളത്. ആവട്ടെ, അദ്ദേഹം ഹിന്ദു വിശ്വാസിയായിരുന്നു എന്ന് എനിക്കറിയില്ല, ഏതാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരി, പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇന്ന് അല്പമെങ്കിലും എല്ലാം വെളിച്ചം നമ്മുടെ ഇടയിൽ കടന്നു വരുന്നത്. ആചാര്യന്മാരെ കുറിച്ച് പറയുമ്പോൾ, ആചാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ആദരണീയനായ സ്വാമിജി പറഞ്ഞു, ആചരിക്കുന്നവനാണ് ആചാര്യനെന്ന്. വളരെ കൃത്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കോഴികൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴല്ല പണ്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോഴല്ലേ ബ്രോയിലർ ആയിട്ടുള്ളൂ. മുമ്പ് നാടൻ കോഴികൾ വീട്ടിലുണ്ടായിരുന്നല്ലോ. ഈ കോഴികൾ ചിക്കി പരത്തുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ചിക്കി പരത്തി എന്തെങ്കിലുമൊക്കെ എടുത്ത് അതിൻ്റെ കുഞ്ഞിൻ്റെ അതിൽ ആ ചെറിയ കോഴിക്കുഞ്ഞിൻ്റെ വായിൽ കൊണ്ടുവയ്ക്കും. ചിക്കി ചെനക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാൻ. മലപ്പുറം ജില്ലയിലെ തിരൂർക്കാരനാണ്. അപ്പോൾ ചിക്കി പരത്താന്നാ പറയുക. അങ്ങനെ ചിക്കി പരത്തിയിട്ട് ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുത്ത് അതിൻ്റെ കുഞ്ഞിൻ്റെ വായിൽ കൊണ്ടു കൊടുക്കും. ഇത് തന്നെയാണ് ആചാര്യന്മാരുടെയും പണി. ശാസ്ത്രങ്ങൾ അനവധിയാണ്, ശ്രുതികൾ അനവധിയാണ്, സ്മൃതികൾ അനവധിയാണ്, പ്രമാണങ്ങൾ അനവധിയാണ്. ധർമ്മസ്യത്വം നിഹിതം ഗുഹായ മഹാജനോ യനഗത സവന്ധാഹ എന്ന് ഭഗവാൻ വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയത് പറയാൻ പറ്റുക? മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാ ശാസ്ത്രം അറിയാൽ, എങ്ങനെയാ ധർമ്മം അറിയാം? അത്ര എളുപ്പമല്ല. അങ്ങനെ വരുമ്പോൾ ആ ശാസ്ത്രം പഠിച്ചാചരിക്കുന്ന ആചാര്യന്മാരുടെ കാൽ കീഴിൽ പോയിരുന്നു കൊണ്ട് അവരുടെ കയ്യിലേക്ക് നമ്മുടെ കൈകൾ വെച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾ സ്വീകരിച്ചുകൊണ്ട്, ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ കണ്ണ് സ്വീകരിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഉപനയനം. എൻ്റെ ഗുരുനാഥൻ്റെ കണ്ണിനടുത്ത് വർത്തിക്കുക എന്നുള്ളത്, എൻ്റെ ഗുരുനാഥൻ്റെ കൺവെട്ടത്തിന് അപ്പുറം പോവാതിരിക്കുക, അതായത് ഗുരുനാഥൻ്റെ കാഴ്ചപ്പാടിന് അപ്പുറം പോവാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉപനയനം കഴിഞ്ഞിരിക്കുന്ന ശിഷ്യന് ഗുരുനാഥൻ എന്ത് ചെയ്യുന്നു അറിയോ? ശാസ്ത്രങ്ങൾ അനവധിയാണ്. ആ ശാസ്ത്രങ്ങളിൽ മുങ്ങിത്തപ്പി ചിക്കിച്ചിനക്കി എൻ്റെ ശിഷ്യൻ ആവശ്യമായതും അവന് ദഹിക്കുന്നതുമായ വസ്തു മാത്രം, ജ്ഞാനം മാത്രം എടുത്ത് അവൻ ഉപദേശിക്കും. അവനാണ് ആചാര്യൻ. അങ്ങനെയുള്ള ആചാര്യന്മാരാൽ വളർത്തപ്പെട്ട ഒരു സംസ്കൃതിയുടെ പേരാണ് ഭാരതം. ഇത് എന്താ? പ്രകാശം. എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. ദ ലൈറ്റ് ഓഫ് നോളജ് നമ്മൾ എളുപ്പം പറയാം. ദ ലൈറ്റ് ഓഫ് നോളജ്. ആ പറയുന്ന ഭകാരത്തിൽ വിലയിക്കുന്നവർ, അതിൽ മുഗ്ധരായിരിക്കുന്നവരുടെ രാഷ്ട്രത്തിനാണ് നമ്മൾ ഭാരതമെന്ന് പറയണത്. ഇപ്പം ഞങ്ങൾ പാഠശാലയിൽ പറയാറുണ്ട്. അപ്പോൾ പാഠശാലയിൽ 2-3 വർഷമൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകളെ പുറത്തേക്ക് പറഞ്ഞേക്കുമല്ലോ. പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ അവർക്കൊരു ഉപദേശം കൊടുക്കും. എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിന് ആ സംസ്കാരത്തിന് പറയുന്നൊരു പേരുണ്ട്, സമാവർത്തനം എന്നാ പറയാ. 16 ക്രിയകളുണ്ട്. അതായത് ഹിന്ദുവിന് അഥവാ ഭാരതീയന് 16 അടിയന്തിരങ്ങളുണ്ട്. 16ാമത്തെ അടിയന്തരം ഏതാണെന്ന് അറിയാലോ? അന്ത്യേഷ്ടി. അതുകൊണ്ടാണ് പറയാട്, എടാ നിൻ്റെയൊക്കെ 16 അടിയന്തരം ഞാൻ കാണിച്ചിടാം എന്ന് പറയില്ലേ? 16 അടിയന്തരമുണ്ട്. ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ 16 അടിയന്തര ക്രിയകളുണ്ട്. അതിൽ പറയുന്ന 9ാമത്തെ അടിയന്തിരമാണ് സമാവർത്തനം എന്നുള്ളത്. ശാസ്ത്രം പഠിച്ച ബ്രഹ്മചാരിയെ സമൂഹത്തിലേക്ക് ഗുരുനാഥൻ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കും. അഥവാ ഇഫ് അറ്റ് ഓൾ ദർ എനി മാഗ്ന കാർട്ട ടു ഹിന്ദുയിസം, സനാതന ധർമ്മത്തിനൊരു മാഗ്ന കാർട്ട ഉണ്ട് എങ്കിൽ അത് തൈത്തരീയ ആരണ്യകത്തിലെ ശിക്ഷാവല്ലിയിലെ ഏകാദശ അനുവാകം
ആണ് എന്ന് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആരംഭം എങ്ങനെയാണ്? വേദം അനൂച്യ ആചാര്യ അന്തേവാസിന മനുശാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സിഹി സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം എന്ന് തുടങ്ങി വരുന്ന വളരെ വിസ്തരിച്ച് ഹിന്ദുമതം എന്താണെന്ന് അറിയണോ? ഏകാദശാനുവാകം, അതായത് തൈത്തിരീയ ആരണ്യകത്തിലെ ശിക്ഷാവല്ലിയിലെ ഏകാദശാനുവാകം എടുക്കുക, പഠിക്കുക. അതൊന്ന് ഉപനിഷത്ത് എന്ന പേരിൽ പ്രശസ്തമാണ്. തൈത്തിരീയ ഉപനിഷത്ത് എന്നാണ് അതിൻ്റെ പേര്. അതിൽ ആദ്യത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ 11ാമത്തെ ഭാഗം അതെടുത്ത് പഠിച്ചോളാം. അതിൽ പറയുന്നു സത്യം വധ. സത്യം വധ എന്ന് പറഞ്ഞാൽ സത്യം എന്താണെന്ന് അറിയണം, അത് എവിടെയെല്ലാം പറയണം എന്നറിയണം. എല്ലായിടത്തും കയറി എല്ലായിടത്തും കയറി എല്ലാ സത്യം വിളമ്പാണെന്നും പറഞ്ഞിട്ടില്ല. 2 ധർമ്മം ചര. ധർമ്മം പറഞ്ഞു നടക്കാനുള്ളതല്ല, പറഞ്ഞല്ലോ ആചാര്യൻ ഇദ്ദേഹം സ്വാമികൾ പറഞ്ഞല്ലോ, ഇതിങ്ങനെ വെറുതെ പ്രസംഗിച്ച് നടക്കാനുള്ളതല്ല, അനുഷ്ഠിക്കാനുള്ളതാണ്. ധർമ്മം ചര, ഉറച്ചു നിൽക്കണം. ചരൈ വൈതി എന്ന് വളരെ വിഖ്യാതമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ദ്രനും രോഹിതനും തമ്മിലുള്ള ഒരു ചർച്ച ഉണ്ട്. ഋഗ്വേദത്തിന്റെ ബ്രാഹ്മണമായ ഐതരേയ ബ്രാഹ്മണത്തിൽ ഇന്ദ്രൻ രോഹിതനോട് പറയുന്നുണ്ട്, രോഹിത, ഉറങ്ങുന്നവന്റെ ഭാഗ്യം ഉറങ്ങിയിരിക്കുന്നു, ഉണർന്നിരിക്കുന്നവന്റെ ഭാഗ്യം ഉണർന്നെണീറ്റിരിക്കുന്നു, ഉണർന്നെഴുന്നേറ്റ് നടക്കുന്നവന്റെ ഭാഗ്യം ഉണർന്നെഴുന്നേറ്റ് നടക്കുന്നു. അതുകൊണ്ട് രോഹിത ചരൈ വൈതി കീപ് ഗോയിങ്. സനാതന ധർമ്മത്തിൽ ആചാര്യന്മാർക്ക് സമൂഹത്തോട് പറയുന്നത് ഇത് തന്നെയാണുള്ളത്. കീപ് ഗോയിങ്. വട്ടവർ, എന്ത് തടസ്സം വന്നാലും ശരി, മുന്നോട്ടുള്ള ഗതി അതിനെ ഒരിക്കലും ആരും തടസ്സപ്പെടുത്തരുത്. അത് അകത്തുള്ളവനും തടസ്സപ്പെടുത്തരുത്, പുറത്തുള്ളവനും തടസ്സപ്പെടുത്തരുത് എന്ന് ഉറപ്പ് നൽകുന്നവരാണ് ആചാര്യന്മാരെന്ന് പറയണത്. അതിൽ തുടർച്ചയായിട്ട് പറയണം സത്യം വദ ധർമ്മം ചര. തുടർന്ന് പറയുന്നു ആചാര്യായ പ്രിയം ധനം ആഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സിഹി. ആചാര്യന് ഇഷ്ടപ്പെട്ട ധനത്തെ കൊടുത്ത്. ഇതിനെ വേണ്ട പോലെ വ്യാഖ്യാനിക്കാം. എനിക്ക് ഭാര്യയും മക്കളുണ്ട്, ഞാൻ സന്യാസിയല്ല, എൻ്റെ വേഷം കണ്ടാൽ അറിയാലോ. അപ്പോൾ ആചാര്യായ പ്രിയം ധനമാഹൃത്യ, കുറേ പണകിട്ട് തന്നോളൂ, എന്നിട്ട് എന്താച്ചാൽ പൊക്കോളൂ അന്ന് വേണമെങ്കിൽ എനിക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ അത് ഗുരുനിന്ദയായി പോവും. ആചാര്യന്മാർക്ക് ഇഷ്ടപ്പെട്ട ധനം എന്താണെന്നുള്ളതാണ് ചോദ്യം. അതായത് എൻ്റെ വിഷയം, ഞാൻ വേദം പഠിപ്പിക്കുന്ന ആളാണ്. അടിസ്ഥാനം ഋഗ്വേദമാണെങ്കിൽ എൻ്റെ ഗുരുനാഥൻ എന്നെ സമ്പൂർണ്ണമായി പഠിപ്പിച്ചിട്ടുള്ള അഥർവവേദമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥന് എന്ത് ധന കൊടുക്കേണ്ടത്? ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് 10-19,000 റുപ്യ അല്ലെങ്കിൽ 1 ലക്ഷം ഉൾപ്പെട്ട ആചാര്യൻ്റെ കാലിൽ വെച്ച് കൊടുത്താൽ അദ്ദേഹത്തിന് തൃപ്തിയാവോ? ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അഥർവവേദത്തെ സംരക്ഷിക്കണം, അഥർവവേദത്തെ കൊണ്ട് ഭാരതത്തെ സംരക്ഷിക്കണം. ഈ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. അപ്പം എൻ്റെ ഗുരുനാഥന് വേണ്ട ധനം എന്താണ്? ധനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ധന്യനാക്കുന്നതെന്തോ അത് ധനം. എൻ്റെ ധന്യതയാണ് എൻ്റെ ധനം. എൻ്റെ വാക്കാണ് എൻ്റെ ധന്യതയെങ്കിൽ എൻ്റെ വാക്കാണ് എൻ്റെ ധനം. എൻ്റെ യശസ്സാണ് എൻ്റെ ധന്യതയെങ്കിൽ യശസ്സാണ് എൻ്റെ ധനം. അറിവാണ് ധന്യതയെങ്കിൽ അറിവാണ് ധനം. ഇനി ഭാര്യയാണ് ധന്യതയെങ്കിൽ ഭാര്യയാണ് എൻ്റെ ധനം. അപ്പൊ ഒരുവനെ ധന്യനാക്കുന്നത് എന്തോ അതാണ് അവൻ്റെ ധനം, മറക്കരുത്. അപ്പോൾ ആചാര്യൻ ഇഷ്ടപ്പെട്ട ധനം, ശാസ്ത്രം ഉപദേശിച്ച ആചാര്യൻ ഇഷ്ടപ്പെടുന്ന ധനം എന്താണ്? ശാസ്ത്രത്തെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന ഉറപ്പാണ് ഏതൊരു ഗുരുവിനും ആവശ്യമുള്ളത്. അല്ലാണ്ട് ചാക്കിൽ കെട്ടിക്കൊണ്ടുവരുന്ന പണമല്ല. ഉറപ്പ്, ഒരു സംശയമില്ല. അപ്പോ ആചാര്യായ പ്രിയം ധനമാഹൃത്യ എന്നിട്ട് പറയാണ് പ്രജാതന്തും മാ വ്യവച്ഛേത്സിഹി. നല്ല എണ്ണം പറഞ്ഞ മക്കളെ ഉണ്ടാക്കാൻ മടി കാണിക്കരുത് കേട്ടോ എന്നാ പറയണത്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകണമല്ല, ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരണം മക്കളെ ഉണ്ടാക്കണമെന്ന്. ഇന്ന് സ്വന്തം മക്കളെ 4 ചീത്ത പറയാൻ പോലും പേടിയുള്ള തന്തയും തള്ളയുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. കാരണം കുട്ടികൾ പോയി അപ്പം ബ്ലേഡ് കൊണ്ട് മുറി ഒടിക്കും, ഞരമ്പ് മുറിക്കും, അല്ലെങ്കിൽ വണ്ടിക്ക് തലവയ്ക്കും, അല്ലെങ്കിൽ നാട് വിട്ടു പോകും. മക്കളെ നന്നായി ചീത്ത പറയാൻ ധൈര്യമില്ലാത്ത ആത്മീയശരാണത്. എന്തുകൊണ്ടാണ്? ശാസ്ത്രം പഠിച്ച ആചാര്യന്മാരുടെ കീഴിൽ പോയി ഇവർ പഠിച്ചിട്ടില്ല. കാരണം മക്കളുടെ മുമ്പിൽ നിന്ന് തല്ലുകൂടാൻ അമ്മയ്ക്കും അച്ഛനും യാതൊരു മടിയില്ല. അത്രയ്ക്കും നാണം കെട്ടവന്മാരായിരിക്കുന്നു ഇന്നത്തെ ഹിന്ദു സമൂഹത്തിലെ പലരും. ഒരു സംശയമില്ല, പറയേണ്ട വയ്യ. സ്വന്തം മക്കളുടെ മുമ്പിൽ അമ്മയും അച്ഛനും ഇന്ത്യയും പാകിസ്ഥാനും പോലെ തല്ലുകൂടുന്ന എത്രയോ കേസുകൾ നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ശ്രുതി പരമ്പരയുടെ ഭാഗമായിട്ട് ചില സൂത്ര പരമ്പരകളുണ്ട്. സൂത്ര പരമ്പര എന്ന് പറയാം. അതിൽ ഒരു സൂത്ര പരമ്പരയിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഗുരുനാഥനെ ചെന്ന് കാണണം എന്ന് പറയാറുണ്ട്. ഗുരുനാഥനെ ചെന്ന് കാണുമ്പോൾ വധുവിനെയും വരനെയും മാറ്റി നിർത്തിക്കൊണ്ട് ചില ഉപദേശങ്ങൾ ഗുരുനാഥൻ ഈ വധൂവരന്മാർക്ക് നൽകും. അതിൽ ഒരു ഉപദേശം മാത്രം ഇങ്ങനെയാണ്, അത് മാത്രം ഞാൻ പറയാം.
അല്ല നിങ്ങളൊക്കെ വെച്ചാൽ കതിരിൻ്റെ മുകളിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ അറിയാം, എന്നാലും മക്കൾക്ക് ഉപദേശിക്കാമല്ലോ. അപ്പോൾ അതെന്താ ഉപദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ചെവിയില പറഞ്ഞു കൊടുക്കുക. ഒരാൾക്ക് പറഞ്ഞത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കില്ല. വെച്ചാൽ അവർ രണ്ട് കൂട്ടരും അറിയില്ല. നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ എന്നാ പറയാം. അപചയ മനുഷ്യയിലയ, എത്രയേ പറയുള്ളൂ? അപചയ മനുഷ്യയിലയ, അപചയ മനുഷ്യയിലയ. അർത്ഥം എന്താണെന്നറിയോ? സിമ്പിളാ, തോൽക്കാൻ മടിക്കണ്ട. കാര്യം മനസ്സിലായല്ലോ? തോറ്റു കൊടുക്കാൻ മടിക്കേണ്ടാന്ന് ആരോടാ പറയണത്? പുരുഷനോട് പറയാ, എടോ താൻ തോറ്റു കൊടുക്കാൻ മടിക്കേണ്ടാന്ന്. സ്ത്രീയോട് തന്നെ പറയും. പക്ഷെ രണ്ട് കൂട്ടർക്കും എന്താ ഉപദേശം ആർക്കും അറിയില്ല. അപ്പോൾ ഈ ഗുരുവിൻ്റെ വാക്ക് വിശ്വസിക്കുന്നിടത്തോളം കാലം ഇവർക്ക് മക്കളുടെ മുമ്പിലും ഭർത്താവിൻ്റെ മുമ്പ് അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിലും ഇന്ത്യ പാകിസ്ഥാനിൽ പോയി തല്ലുകൂടേണ്ട ആവശ്യം വരില്ല. അവിടെയും ഇടപെടുന്നത് ഒരു ആചാര്യനാണ്. ആചാര്യന്മാർ എപ്പോൾ സമൂഹത്തിൽ ഇടപെടാതിരിക്കുന്നുവോ അവിടെയാണ് ഈ കലാപങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ സത്യം വദ ധർമ്മം ചര ആചാര്യായ പ്രേം ധനമാഹൃത്യ പ്രജാതന്തുമാ വ്യവച്ഛേസി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാണ് എത്രമാത്രം, അതായത് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നു എന്ന് പറയുന്ന ഉപനിഷത്തിലാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. ബ്രഹ്മവിദ്യയാണ്. ബ്രഹ്മവിദ്യ അഥവാ പരാവിദ്യ, സോക്കാൾ പരാവിദ്യ ഉപദേശിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഉപനിഷത്തിലായി പറയണത്. പറയപ്പെടുന്നു പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അഭിപ്രായം ഇല്ലാമല്ല, അങ്ങനെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് സത്യാന്നപ്രമദിതവ്യം, സത്യം പാലിക്കുന്ന കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുത്. ധർമാന്നപ്രമദിതവ്യം, ധർമ്മം ആചരിക്കുന്ന കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുത്. ഇപ്പം 2 ദിവസം ഞാൻ എൻ്റെ പാഠശാലയിൽ എല്ലാ ഗൃഹസ്ഥന്മാരും ദിവസവും രാവിലെയും വൈകിട്ടും 108 ഗായത്രി ജപിക്കുന്നവരാണ്. എന്നാൽ ബ്രഹ്മചാരിമാർക്ക് നിയമം അതല്ല. ബ്രഹ്മചാരിമാർ, എൻ്റെ പാഠശാലയിൽ എല്ലാ ബ്രഹ്മചാരിമാരും ദിവസം 1008 ഗായത്രി ജപിക്കുന്നവരാണ്. ഇല്ലാത്തവരെ ഞാൻ കഴിക്കില്ല. എൻ്റെ കൂടെ നടക്കുന്ന എല്ലാ ബ്രഹ്മചാരിമാരും 1008 ഗായത്രി ശാസ്ത്രാവർത്തി ഗായത്രി ജപിക്കുന്നവരാണ്. അപ്പോൾ അതെന്തിനാന്ന് പറഞ്ഞാൽ ആ തപസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ധർമ്മം ആചരിക്കണം. ഇപ്പോൾ ഒരു ദിവസം 108 ഗായത്രി ജപിച്ചു. നാളെയോ അപ്പോഴാണ് സന്ധ്യയ്ക്ക് എന്ന് ഗായത്രി ജപിക്കാൻ നേരത്താണ് ഒരു അയൽവാസി വന്നത്, ഒരു അതിഥി വന്നത്, ഒരു ഫോൺ വന്നത്. അയ്യോ ശാരദയെടുത്തിയെ പറയൂ എന്തൊക്കെയാ വിശേഷം. അവന് സന്ധ്യ അങ്ങോട്ട് കഴിഞ്ഞു. എന്താ? അയ്യോ എന്നാ ഇന്ന് 10 ഗായത്രി മതി. ധർമ്മം ആചരിക്കുന്ന കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുത്. ഉപേക്ഷ തല പോയാലും ശരി ധർമ്മം പാലിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഊർധ്വബാഹുർ വിരൗമ്യേഷ നഹി കശ്ചിത് ശൃണോതുമേ ധർമാത് അർത്ഥസ്യ കാമസ്യ തഥാകിം അനുസേവ്യത എന്ന് 5120 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ വേദവ്യാസനാണ് ഭാരതത്തെ നോക്കി പറഞ്ഞത്. ധർമ്മം ആചരിച്ചാൽ അതിൽ നിന്ന് അർത്ഥം ഉണ്ടാവും, കാമം ഉണ്ടാവും, പക്ഷെ എന്നെ ആരും കേൾക്കുന്നില്ലല്ലോ എന്ന് നമ്മുടെ പരമഗുരുവായ ഭഗവാൻ വേദവ്യാസൻ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഇന്നും മാറ്റമൊന്നുമില്ല. അന്നും അങ്ങനത്തെ നമ്മളെ പോലത്തെ ആൾക്കാരുണ്ടായിരുന്നു അർത്ഥം. ആവട്ടെ, അപ്പോൾ ധർമ്മം ആചരിക്കുന്ന കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുത്. അടുത്ത് പറയാണ് കുശലാന്നപ്രമദിതവ്യം. ഹിന്ദുക്കൾ, വിശിഷ്യ കേരളത്തിലെ ഹിന്ദുക്കൾ അടിവരയിട്ട് പഠിക്കേണ്ട പാടാണ് കുശലാന്നപ്രമദിതവ്യം. കുശലത കാണിക്കുന്ന കാര്യത്തിൽ ഇന്ന് ഇല്ലാത്തത് ഈ കുശലതയാണ്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുക, എന്തിനേയും എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കുക. ഇത് പാപമാണ്. എന്തിനേയും എല്ലാത്തിനെയും കണ്ണട വിശ്വസിക്കുന്നത് പാപമാണ്. അവനവൻ്റെ അച്ഛൻ എത്ര സമ്പാദിച്ചു തന്നോ അതിൻ്റെ 4 ഇരട്ടി സമ്പാദിക്കാനുള്ള കഴിവില്ലാതെ ഉള്ളത് മുഴുവൻ ധൂർത്തടിച്ച് കളഞ്ഞ് കണ്ണടച്ച് എന്തിന് നല്ല മക്കളെ പോലും ഉണ്ടാക്കാൻ. ഇപ്പൊ നമ്മുടെ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പേടിയാ. പരമാവധി 1.5 പ്രസവിക്കുള്ളൂ. ഓട്ടിസം ഒരു കുട്ടിക്ക് ഓട്ടിസം ആയി കഴിഞ്ഞു പോയല്ലോ, ബാക്കി ഒരു കുട്ടി കഷ്ടിച്ച് മുഷ്ടി ഉണ്ടാവും. എന്താ ചെയ്യുക? എന്നാൽ അല്ലാത്ത ആൾക്കാർക്കോ ചെറ പറയുന്ന കുട്ടികളുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ സ്ത്രീകൾക്ക് മാത്രം ഈ പ്രസവം എന്നുള്ളത് എന്തോ വലിയ അപകടത്തിൽ പിടിച്ച ഒരു കാര്യമാണോ? വേദത്തിൽ പറയും ദശാസ്യാൻ പുത്രാൻ പുത്രാനാദേഹി പതിരേകാദശം കൃതി. ഭർത്താവടക്കം സ്ത്രീകൾക്ക് 11 മക്കളാമാ. അത്രയ്ക്കൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഭർത്താവടക്കം ഒരു സ്ത്രീക്ക് 11 മക്കളാണ്. ദശാസ്യാൻ പുത്രാനാദേഹി പതിരേകാദശം കൃതി ഋഗ്വേദത്തിലെ മന്ത്രമാണ്, വേദവാക്യമാണ്. അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും അവനവന് സാധിക്കുന്ന മക്കളെ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഇപ്പോൾ ഞാനൊരു പുതിയ കണക്ക് പറയാം. കേരളത്തിൽ 10 ലക്ഷത്തോളം ഹിന്ദുക്കൾ വിവാഹം കഴിക്കാൻ നടക്കുന്നുണ്ട്. 10 ലക്ഷത്തോളം ഹിന്ദുക്കളായിട്ടുള്ള ആൺകുട്ടികൾ വിവാഹം കഴിക്കാൻ നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നമ്മുടെ 20 ലക്ഷം ജനസംഖ്യയാണ് ഇല്ലാണ്ടാവുന്നത്. അടുത്ത തലമുറയിൽ 20 ലക്ഷം പേർ കുറയുന്നു എന്നായി പറഞ്ഞതിനർത്ഥം. ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞ ആചാര്യന്മാർ വേണം. ഇത് വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോരാ. ഇത് നമ്മുടെ എല്ലാവരും ഉറക്കം കളയണം ഈ ചിന്തകൾ. എന്നാൽ മാത്രമേ, അതായത് ഭഗവാൻ പതഞ്ജലിയുടെ മഹാഭാഷ്യം, അതായത് പാണിനീയം എന്ന് പറയുന്ന വ്യാകരണ ഗ്രന്ഥത്തിന്, പാണിനീയ സൂത്രങ്ങൾക്ക് വിശാലമായ ഭാഷ്യം എഴുതിയിട്ടുള്ളത് ഭഗവാൻ പതഞ്ജലിയാണ്.
അതുകൊണ്ട് ഭഗവാൻ പതഞ്ജലിയെ ഭാഷ്യത്തിന് മഹാഭാഷ്യം എന്നാ പറയാ. ആ മഹാഭാഷ്യത്തിൽ ഭഗവാൻ പതഞ്ജലി പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിമാരായിട്ടുള്ള ദശലക്ഷക്കണക്കിന് ഋഷിമാർ അവരുടെ ബ്രഹ്മചര്യത്തെ ഹോമിച്ചാണ് ഈ ധർമ്മത്തെ സംരക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയെ നമ്മൾ കാണുന്നു, രാവും പകലും ഭാഗവതം ശാസ്ത്രവുമായും ഉപനിഷത്തുമായും ചേർത്ത് വെച്ച് നമ്മളോട് പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ദശലക്ഷക്കണക്കിന് നൈഷ്ഠിക ബ്രഹ്മചാരിമാർ സംരക്ഷിച്ചതാണ് ഈ ധർമ്മം. നമ്മളത് തിന്നും കുടിച്ചും അതിനെ ആഘോഷിക്കുകയില്ല, അത് നശിപ്പിക്കുകയാണ്. അടുത്തൊരു തലമുറ എങ്ങനെ ഉണ്ടാവുന്ന യാതൊരു ബോധവുമില്ല. അതുകൊണ്ട് പറയുന്നു കുശലാന്നപ്രമദിതവ്യം, നല്ലതുപോലെ ധനം സമ്പാദിക്കുക അല്ലെങ്കിൽ അന്നം നേടുന്നതിൽ കുശലത വേണം. അവനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ, അവനവൻ്റെ ധർമ്മം സംരക്ഷിക്കുന്നതിൽ നല്ല കുശലത വേണം. ഇത് തന്നെയല്ലേ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. യോഗ കർമ്മസു കൗശലം എന്ന് കൃഷ്ണനും ഭഗവാനും പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു തരത്തിൽ നമുക്ക് ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. യോഗ കർമ്മസു കൗശലം കുശലാന്നപ്രമദിതവ്യം. അടുത്ത് പറയുന്നു ഭൂത്യൈ ന പ്രമദിതവ്യം, ഭൂത്യൈ ന പ്രമദിതവ്യം. സമ്പത്ത് സമൃദ്ധി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു പ്രമാദവും കാണിക്കരുത്. വേദം പറയുന്നു ഭൂരിദേഹി ഗീവ് മീ ഇൻ അബൻഡൻസ്. അയ്യോ, അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടോ? ഗുരുവായൂരപ്പൻ അറിയില്ലേ എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത്? പിന്നെ ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണോ എന്ന് പട്ടേരിപ്പാട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഒരിക്കലും ഒരു അമ്മ പറഞ്ഞത്. ഞാൻ നാരായണീയത്തിൻ്റെ ഒരു ഭക്തയാണ്. ഗുരുവായൂരപ്പൻ അറിയില്ലേ എനിക്ക് എന്താ വേണ്ടെന്നുള്ളത്? പിന്നെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ ആ അമ്മയോട് പറഞ്ഞു, പട്ടേരി പറഞ്ഞു ശരിയാണ്, എനിക്കും അഭിപ്രായമുണ്ട്. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ കുറഞ്ഞ പക്ഷം ഒരു പട്ടേരിയെങ്കിലാവണം. അതുവരെ നിങ്ങൾ പട്ടേരി ആയിട്ടുമില്ല, പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. പ്രാർത്ഥിച്ചേ പറ്റൂ. കാരണം വേദമന്ത്രങ്ങൾ മുഴുവനും പ്രാർത്ഥനയാണ്. നിഗമകൽപ്പതരോർ ഗളിതം ഫലം, അതായത് എല്ലാ വേദങ്ങളുടെയും പാകമായ ഫലമാണ് ഭാഗവതം എന്ന് പറയുമ്പോൾ വേദം മുഴുവനും പ്രാർത്ഥനയാണ്. അപ്പോൾ വേദത്തിന്റെ ഫലമായ ഭാഗവതം പ്രാർത്ഥനയെ നിഷേധിക്കുമോ? വേദം മുഴുവനും പ്രാർത്ഥനയാണ്. ഹിരണ്യവർണം ഹരിണീം സുവർണ രജസ്രജാം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദോ ആവഹ, ഗൃഹസ്ഥന്റെ പ്രാർത്ഥനയാണ്. ഹേ ജാതവേദസായ അഗ്നേ, സുവർണവും രജസ്സുമായ, സുവർണവും വെള്ളി നിറവുമായ എൻ്റെ മനസ്സിനെ ഹരിക്കുന്ന ധനത്തെ, ഹേ ലക്ഷ്മിയെ, ഹേ ജാതവേദസായ അഗ്നേ, നീ ഞങ്ങൾക്ക് തരിക, ധനത്തെ തരിക. ഇന്ദ്ര ശ്രേഷ്ഠാനി ദ്രവിണാനി ദേഹി, ദ്രവിണം ധനം, ഹേ ഇന്ദ്ര ഉത്തമമായ ധനത്തെ തരിക. ഇതെല്ലാം പറയുന്നു. അഥർവത്തിൽ പറയുന്ന ഒരു മന്ത്രം പറയാണ്. ഗായത്രി മന്ത്രമെല്ലാം ചൊല്ലിയാലുള്ള ഫലം എന്നാണ് ഒരു ഭാഗത്ത് പറയും. സ്തുതാമയാ വരദാ വേദമാത പ്രചോദയന്ത പവമാനീ ധ്യാനം ആയുഃ പ്രാണം പ്രജാപശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മഹ്യം ദദ്വാവൃത ബ്രഹ്മലോകം. എന്താണ് ഗായത്രി ചൊല്ലിയാലുള്ള ഫലമെന്ന്? ആയുഃ പ്രാണം പ്രാണശക്തി പ്രജാം ഉത്തമമായ സന്താനങ്ങൾ. അപ്പൊ 70 വയസ്സ് കഴിഞ്ഞവർ ഗായത്രി മന്ത്രം ചൊല്ലണ്ട എന്നല്ല അർത്ഥം. പ്രജ എന്ന് പറഞ്ഞാൽ അവനവനിൽ നിന്ന് ജനിക്കുന്നത് എന്നും പ്രജയാണ്. എൻ്റെ വാക്ക് എൻ്റെ പ്രജയാണ്, എൻ്റെ ചിന്ത എൻ്റെ പ്രജയാണ്, എൻ്റെ ഐഡിയ, ദ ഇന്നോവേറ്റീവ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് കമ്മിങ് ഫ്രം മൈ ബ്രെയിൻ, അതെൻ്റെ പ്രജയാണ്. ആയു പ്രാണം പ്രജ. പശും ഇന്ദ്രിയങ്ങളാണ് പശുക്കൾ. പശ്യതീതി പശവഃ, അതായത് നല്ല ഉത്തമമായ ഇന്ദ്രിയങ്ങൾ. ആയു പ്രാണം പ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം. ദേവന്റെ ആ തേജസ്സാണ് നമ്മളെ തേടി വരുന്നത്. മഹ്യം ദത്വ, ഗായത്രിയാകുന്ന ഭഗവതി എന്നെ ബ്രഹ്മലോകത്തിൽ അല്ലെങ്കിൽ മോക്ഷസവിധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് പറയണു. അപ്പോൾ ജപിക്കണമോ വേണ്ടയോ? ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ സപ്താഹമാണല്ലോ അല്ലെങ്കിൽ ഭാഗവതമാണല്ലോ വിഷയം. ഭാഗവതം 12 സ്കന്ധം അവസാനിപ്പിക്കാമല്ലോ അല്ലേ ഡോക്ടറെ? ഭാഗവതം 12 സ്കന്ധം 71 അധ്യായം. മറക്കണ്ട, ഭാഗവതം 12 സ്കന്ധം 71 അധ്യായത്തിലെ ആദ്യത്തെ 6 ശ്ലോകങ്ങൾ എടുത്ത് പഠിച്ചോളാം. അതിൽ പറയുന്നുണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജലം വാരി ഉപസ്പൃശ്യ ഇതെല്ലാം കഴിഞ്ഞ് ആത്മധ്യാനം ചെയ്ത് സന്ധ്യാവന്ദനവും കഴിഞ്ഞ് ബ്രഹ്മജജാപ, അദ്ദേഹം സൂര്യോദയം വരെ ജപിച്ചു. ഭഗവാൻ കൃഷ്ണൻ സൂര്യോദയം വരെ ഗായത്രി ജപിച്ചു. എന്ത് ജപിച്ചു? ഗായത്രി ജപിച്ചു. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. ഭാഗവതത്തിലുള്ള ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭാഗവതത്തിന്റെ മാത്രമല്ല, അജാമിള ഉപാഖ്യാനത്തിൽ ഒരു കാര്യം കൂടി പറയും. അജാമിള ഉപാഖ്യാനത്തിൽ അജാമിളനെ കൊണ്ടുപോകാൻ വന്ന
ധർമ്മരാജന്റെ അല്ലെങ്കിൽ യമധർമ്മന്റെ കിങ്കരന്മാരോടുള്ള ചർച്ച നടക്കുന്ന സമയത്ത് ആ ധർമ്മ ചർച്ചയിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ യമധർമ്മന്റെ കിങ്കരന്മാർ പറയുന്നുണ്ട്, അതിനെ നമ്മുടെ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് മലയാളത്തിലേക്ക് ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്: വേദപ്രമാണം താൻ ധർമ്മം, വേദങ്ങളിൽ എന്തു പറഞ്ഞിരിക്കുന്നുവോ അത് തന്നെ ധർമ്മം, തന്നിഷിദ്ധം അധർമ്മവും. വേദവിരുദ്ധമായി എന്താണുള്ളത് അതെല്ലാം അധർമ്മമാണ്. കാരണം വേദം സ്വയംഭൂവാം സാക്ഷാത് നാരായണനതിശ്രുതം. വേദം എന്ന് പറയുന്നത് പ്രത്യക്ഷ നാരായണനാണ്. തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രത്യക്ഷ നാരായണനെയാണ് അനുഭവിക്കുന്നത്. ആ പ്രത്യക്ഷ നാരായണനെ അനുഭവിക്കുന്നവരാണ് ഭാരതീയർ. അവരെ അനുഭവിപ്പിക്കുന്നവരാണ് ആചാര്യന്മാർ. അതുകൊണ്ട് ആചാര്യന്മാർക്കും ആചാര്യന്മാരാൽ പറയപ്പെട്ടിരിക്കുന്ന ധർമ്മത്തിനും മാത്രമേ ഭാരതത്തെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഭാഗവത വേദിയിൽ വെച്ച് ആചാര്യന്മാരെ ആദരിക്കുവാനും സൽക്കരിക്കുവാനും കാണിച്ച ആ മനസ്സ് ഭാരതത്തിൻ്റെ ധർമ്മത്തെ, ഭാരതത്തിൻ്റെ പ്രകാശമാണ്. അതിന് കാരണക്കാരായ പൈതൃകത്തിലെ എല്ലാ എൻ്റെ ആത്മസുഹൃത്തുക്കൾക്കും ഭാഗവത ആചാര്യനായ ഭാഗവത വിത്തായ ശ്രീ ഉദിത് ചൈതന്യജിക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആചാര്യന്മാർക്കും സർവോപരി നിങ്ങൾക്കും എൻ്റെ ഗുരുനാഥനും മൂകാംബിക അമ്മയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.